ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു റെസിപ്പിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത ഒരു റെസിപ്പി. പക്ഷേ അതേപോലെ അല്ല കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ രീതിയിലുള്ള പോപ്കോൺ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഒരു ചോക്ലേറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടത് ഇങ്ങനെയല്ല, ചോക്ലേറ്റ് പീസിന് പകരമായിട്ട് ഒരു ചോക്കോ ബാറാണ് വെക്കുന്നത് കണ്ടത്. അപ്പോൾ അത് മെൽട്ടായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വെള്ളം ഉള്ളിൽ ഐസ്ക്രീം അല്ലേ, അപ്പോൾ വെള്ളം അലിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു പോപ്കോൺ തണുത്ത് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ പീസ് എടുത്തിട്ടുള്ളത് ആ ചോക്കോ ബാറിന് പകരമായിട്ട്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമുക്ക് പോപ്കോണിൻ്റെ ചോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചോളാക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലുള്ള പോപ്കോണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതാ എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങനെ പുക വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അടിയിൽ നമ്മൾ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കരിഞ്ഞു പോയിട്ടുണ്ട്. ചോക്ലേറ്റ് മെൽട്ടാവാതെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് അട്ടർ ഫ്ലോപ്പായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം എടുക്കാതെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെ സംഭവം റെഡിയാക്കി. ഇനി ഞാൻ വേറൊരു റെസിപ്പി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ആ ഒരു ഭാഗം എല്ലാം അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ചോക്ലേറ്റ് വെറുതെ പോയി. ചോക്ലേറ്റിൻ്റെ ആ ഭാഗം മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിഞ്ഞ പോർഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇനി കാരമൽ പോപ്കോൺ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. നമുക്ക് തളരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ്. കാരമൽ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഒരുപാട് കളറ് ചേഞ്ച് ആയാൽ അത് കരിഞ്ഞ ടേസ്റ്റ് വരും. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ചേർത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെയ്തെടുത്തിട്ടുള്ള പോപ്കോൺ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തണുത്ത ശേഷം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാനിൽ നിന്ന് അത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ മാറ്റണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പോപ്കോൺ ആയിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് പോപ്കോൺ എന്തായാലും കാരമൽ പോപ്കോണായി മാറിയിട്ടുണ്ട്. കാരമൽ പോപ്കോൺ വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടവും, നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനും പറ്റും, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ശ്രമം പാഴായിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാരമൽ പോപ്കോൺ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്